എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്ലാക്ക് തീമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വിശേഷമുണ്ട്. രാജുവേട്ടൻ്റെ ഇളയച്ചൻ്റെ, അതായത് അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ 60ാം പിറന്നാളാണ്. അപ്പോൾ പിറന്നാളിന് ബ്ലാക്കാണ് ഞങ്ങളുടെ തീം. പണ്ടായിരുന്നു നമ്മൾ ബ്ലാക്ക് ഒന്നും ഉപയോഗിക്കേണ്ടിയിരുന്നല്ലേ. അതായത് ബ്ലാക്ക് എന്ന് പറയുന്നത് ശോകത്തിൻ്റെ ഒരു കളറാണ്. പക്ഷേ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ട്രെൻഡാണ് ബ്ലാക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. എല്ലാവരും ബ്ലാക്കാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക്. അപ്പോൾ ഞാൻ ബ്ലാക്ക് സാരിയും ബ്ലൗസാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്നേക്കാളും മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് രീതിയാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പാവാടയും കൺമിഷിയുടെ ആ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിരുന്നു ചേച്ചി വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കിത് പ്രചോദനമായി നിങ്ങളുടെ മുമ്പിൽ വേറൊരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ് സെക്ഷനിലേക്ക് കടക്കാം. അതിനേക്കാളും മുമ്പ് നമ്മൾ ഉടുക്കാൻ പോകുന്ന സാരിയുടെയും ബ്ലൗസിൻ്റെയും അപ്ഡേഷൻ അറിയണ്ടേ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉടുക്കാൻ പോകുന്ന സാരി. എത്ര രൂപ വിലയുണ്ടായിരിക്കും നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കി. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കേട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ സത്യം ഞാൻ പറയും, അപ്പോൾ നിങ്ങൾ ഞെട്ടരുത്. വളരെ വില കുറവാണ്. മീറ്ററിന് 20 രൂപയാണ് ഈ മെറ്റീരിയലിന് വില. ഇത് ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ വലിയ വലിയ കടകളിലൊക്കെ പോയിട്ട് ഒരുപാട് മെറ്റീരിയലൊക്കെ റണ്ണിങ് മെറ്റീരിയലൊക്കെ മുറിച്ച് മേടിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരിക. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കടകളിൽ പോയിട്ട് നമ്മളിത് മുറിച്ച് മേടിക്കുമ്പോൾ നമുക്ക് തുച്ഛമായ വിലയിൽ കിട്ടും. അവർക്കും ജീവിക്കണ്ടേ, പാവങ്ങളല്ലേ അവർ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കടകളിൽ കയറിയിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് 4.25 മീറ്റർ മതി സാരി. കാരണം ഞാൻ ചെറുതായ കാരണം കൊണ്ടേ, പിന്നെ ഇത് വലിച്ച് നടക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ മുറിച്ച് മേടിക്കുന്ന സാരികളൊക്കെ 4.25 മീറ്റർ മുറിച്ച് മേടിക്കാറുള്ളൂ. ബ്ലൗസ് സെപ്പറേറ്റ് ആണ്, വേറെ എടുക്കാറാണ് പതിവ്. വളരെ നൈസായ തുണിയാണ്, വളരെ കംഫർട്ടബിൾ ആണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ തുണി മാത്രമാണ് നമുക്ക് കിട്ടിയത്. ഇനി അതിൻ്റെ സൈഡിൽ ഞാൻ ഫ്രില്ല് അടിച്ച് ചേർത്തിട്ടുണ്ട്. അത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ 9 മീറ്ററിന് നമ്മൾ 180 രൂപ. അതിന് വില കുറവിൻ്റെ ഉണ്ട്, കൂടുതലിൻ്റെ ഉണ്ട്, പല കളറുണ്ട്, പല ഡിസൈൻസ് ഉണ്ട്, എല്ലാം അതുണ്ട്. അപ്പം നമ്മുടെ ഏതെങ്കിലും ത്രെഡ് സിറ്റിയിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് കിട്ടും. തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഫെജിയിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമായ ഒരു ഷോറൂം തന്നെയുണ്ട്. ഇവിടെ ആമ്പല്ലൂർ ഒരു കടയുണ്ട്, JMJ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ കടയിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ വക സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത്. നമ്മുടെ നാട്ടിലും ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ കടകളൊക്കെ. ത്രെഡിൻ്റെ, അതായത് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ മേടിക്കാൻ കിട്ടുന്ന കടകൾ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. നിങ്ങൾ മുമ്പ് ഒരു വട്ടം ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ചേച്ചിയാണ് ബ്ലൗസ് തയ്ച്ചു തന്നിട്ടുള്ളത്. കട്ടോരിയാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൈ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ 1/2 മീറ്റർ കഷ്ണം മേടിച്ച് ചേച്ചി എനിക്ക് അടിച്ചു തന്നതാണ്. ഇത് ഗോൾഡിൽ തന്നെയാണ്, ഈ സെയിം ഗോൾഡ് കളർ തന്നെയാണ് ഞാൻ നമ്മുടെ സാരിയുടെ ഫ്രില്ലിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി മാച്ചായി പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇടണം എന്നൊരു നിർബന്ധവും. സിമ്പിളായിട്ട് എന്താ പറയുക, തുച്ഛമായ രീതിയിൽ മെച്ചമായി തിളങ്ങാം എന്നുള്ളതാണ് എൻ്റെ പോളിസി. നിങ്ങൾ അങ്ങനെയൊക്കെ ആയാൽ മതി കേട്ടോ. കാരണം നമ്മൾ ഈ ഡ്രസ്സിനൊന്നും വേണ്ടി ഒരുപാട് പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് പൈസ കൊണ്ട് ഡ്രസ്സുകൾ മേടിക്കുകയാണെങ്കിൽ കൂടുതൽ ഡ്രസ്സുകൾ മേടിക്കാൻ പറ്റും. നമ്മൾ ഇട്ട് തന്നെ ബോറടിക്കുന്നേക്കാളും പകരം ഇതുപോലെ കുറച്ച് കുഞ്ഞു നുറുങ്ങു വിദ്യകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വേറെ വേറെ ഡ്രസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെയും സാരിയുടെ അപ്ഡേഷൻ. വളരെ കംഫർട്ടബിൾ ആയിട്ട് എടുക്കാം, ഒരു കനവുമില്ല, വളരെ നല്ല മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമുക്ക് ഇതുടുത്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ കറുപ്പിൻ്റെ വർണ്ണത്തെ, അല്ലെങ്കിൽ കറുപ്പിൻ്റെ 7 അഴകിനെ നമ്മൾ കൂട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ആദ്യം തന്നെ മേക്കപ്പ് ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ നമ്മുടെ മുഖം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക. മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഐസ് ക്യൂബ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്രൈമർ ഇടാം. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞ് പ്രൈമർ ഇടുന്നുണ്ട് കണ്ടോ. റോസിന് വരായിട്ടൊരു കുഞ്ഞ് പ്രൈമർ. ഇത് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ലിങ്കൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, കാരണം ഞാനതൊക്കെ കുറച്ച് നാളായി മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ മാത്രമേ ഫൗണ്ടേഷൻ ഇടുന്നുള്ളൂ. അത് കാരണം കൊണ്ട് ഇവിടെ മാത്രം ഒന്ന് പ്രൈമർ ഇട്ടിട്ട് കൊടുക്കുക. ഇത് നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ലിപ് ഗ്ലോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് നിവിയയുടെ ആണ്, അത് കാരണമാണ് ഇത്രയ്ക്ക് കളർ. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാരി ഉടുക്കുമ്പോൾ ചെരുപ്പിടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യും. നമ്മൾ ഹീലുള്ള ചെരുപ്പാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ. ഇതാ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് എടുക്കണേ. അത് ജസ്റ്റ് ഒരു ഇച്ചിരി ഇവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെയാണ് കുറച്ച് കറുത്ത സ്പോട്ടുകളുള്ളത് കണ്ടോ. ഇവിടെ കുറച്ച് കറുത്ത സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ സംഭവം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കൈ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു സ്പഞ്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രഷോ നമ്മൾ മേക്കപ്പ് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിലേ ഇങ്ങനത്തെ മേടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും.
ഡിഫറൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഡിഫറൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്യും. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒരുവിധം ഫൗണ്ടേഷൻ ഇട്ട പോലെ തോന്നണില്ല, എന്നാൽ കറുപ്പ് പാടുകളൊക്കെ ഒന്ന് ഡിമ്മായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കിങ്ങനെ കുറച്ചധികം നേരം നിൽക്കേണ്ട ഒരു ഫംഗ്ഷനൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചധികം നേരം നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ എന്താ മേപ്പിലൈൻ്റെ തന്നെ ഒരു പൗഡർ, നിങ്ങൾക്ക് ഏത് പൗഡർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ടാൽക്കം പൗഡർ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. കാരണം അത് ആ ഒരു മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഓയിലായിട്ട് നിൽക്കും നമ്മുടെ ഫേസ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പുട്ടിയടിച്ച പോലെ നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഓക്സിഡൈസ് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് അത്രയ്ക്കധികം മേക്കപ്പ് ഇട്ട പോലെ ഫീൽ ചെയ്യില്ല. കണ്ടോ, ഇപ്പോഴും ഞാൻ കംഫർട്ടബിൾ ആണല്ലോ, ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പുരിക ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മസ്കാര വെച്ചിട്ട് പകുതിക്കുന്ന തൊട്ട് എഴുതിയാൽ മതി, ഒരു 3/4 ഭാഗത്തുനിന്ന് തൊട്ട്. എനിക്ക് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കണം നമ്മുടെ ഈ പുരിക. അത് കാരണം കൊണ്ട് ഞാൻ അത്യാവശ്യം ഇതല്ലോ പുരികത്തുമ്പത്തെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണെഴുതാം. കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഓയിലായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഒന്ന് പൗഡർ ഇട്ട് കൊടുത്ത് സെറ്റാക്കി നിർത്താം. അപ്പോൾ കണ്ണ് പെട്ടെന്ന് പരക്കില്ല കേട്ടോ. ഞാനത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം. ഞാനപ്പോൾ എസ്ക്യൂൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് മഡ് പ്രൂഫ് കാജലാണ് എഴുതുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് എഴുതി തുടങ്ങണേ. ഉള്ളിൽ മാത്രമേ എഴുതണുള്ളൂ കേട്ടോ, വാട്ടർ ലൈനിൽ മാത്രമേ എഴുതണുള്ളൂ. കണ്ണെഴുതി കണ്ണിൻ്റെ മുകളിൽ ബ്ലാക്ക് അല്ലേ, അപ്പോൾ നമ്മുടെ കണ്ണെത്തിരിൻ്റെ ഒരു ബ്ലാക്ക്. എനിക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പോൾ കണ്ണുമ്പോൾ നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം ഒരു ഐ ഷാഡോ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതൊരു പാലറ്റാണ്. അപ്പോൾ അതിൽ ഒരു ബ്ലാക്ക് കളർ ഐ ഷാഡോ ഈ ബ്ലാക്ക് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഈ കണ്ണിൻ്റെ ഈ കോർണർ ഉണ്ടല്ലോ, അവിടെ ഒന്നിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നാവും. ഐ ഷാഡോ ഇപ്പോൾ അത്രയധികം വിലയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരെണ്ണം വീട്ടിൽ ഇത്തിരി നമ്മൾ മേക്കപ്പിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വീട്ടിലൊരെണ്ണം മേടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. കണ്ടോ, അതിൻ്റെ മുകളിൽ നമ്മൾ ഐ ഷാഡോ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അടുത്ത കണ്ടോ അങ്ങനെ തന്നെ ചെയ്യാം. വളരെ ലൈറ്റായ രീതിയിൽ മതി കേട്ടോ. എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് തീർന്നു. നമുക്ക് നല്ല കട്ടിക്ക് തന്നെ മസ്കാര ഇട്ട് കൊടുക്കാം. കണ്ടോ, കണ്ടോ. അത് നമുക്കൊരു വലിയ കറുപ്പ പൊട്ട് വയ്ക്കാം, നല്ല വലുപ്പമുള്ളത്. ഫെമിനിറ്റി ലുക്കൊക്കെ വരുന്നുണ്ടോ നമുക്ക്. എക്സസ് ആയിട്ടുള്ള ലിപ് ബാം ഒന്ന് തുടച്ചു കൊടുക്കാം. നല്ല ബോൾഡായിട്ടുള്ള ഇതാണ് ഇതിൻ്റെ കളറ്. കണ്ടോ, മെറൂൺ കളർ ലിപ്പ് ലൈനറാണ്. അതൊന്നും നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ മാത്രമേ വരയ്ക്കണുള്ളൂ. ഈ സെൻറ്ററിൽ വരച്ചിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് അതിട്ട് കൊടുക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് തുടിയിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുത്താൽ നമുക്കത് ഭയങ്കര ബോൾഡായിട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് ആ ലിപ്പ് ലൈനറും നമ്മുടെ ലിപ്സ്റ്റിക്കും ഇല്ലേ, അത് തമ്മിലൊന്ന് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. കണ്ണിൻ്റെ മേക്കപ്പാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാനുള്ളത് എന്ന് പറയാനായിട്ട് നമ്മൾ ഐ ഷാഡോ കൊണ്ട് ഒന്ന് വരച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഇന്നർ കോർണറിലൊക്കെ ഗോൾഡൻ കൊടുക്കുക, സിൽവർ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ ചെയ്യാം. പിന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു കലയല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നമ്മൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇതൊരു ലാസ്റ്റ് ചെയ്യും, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നമ്മൾ അധികം മേക്കപ്പ് ചെയ്ത പോലെ ഫീൽ ചെയ്യൂല, അത് നമുക്ക് മേക്കപ്പ് കുറവില്ല. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞു, ഞാനൊരു ബ്ലാക്ക് കളർ മൂക്കുത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ കറുത്ത സ്പോട്ടുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുടി കെട്ടാം. അപ്പോൾ മുടി കെട്ടാനായിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് മുടി കെട്ടുന്നതായിരിക്കും കേട്ടോ നല്ലത്. ജടയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം
ഇങ്ങനെ ഒരു വകച്ചിലെടുക്കുക നമ്മൾ. എന്നിട്ട് ഇവിടുത്തെ ഈ മുടി ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന മുടി ഇങ്ങനെ എടുക്കുക. ഇത് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്നെ പറയുന്ന പോലെ ഫ്രണ്ടിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിവിടെ നമ്മുടെ ടിക് ടാക്ക് കുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മളെല്ലാ മുടിയൊന്നും എടുക്കുക. എന്നിട്ട് നമ്മുടെ ബണ്ണുണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ. പോണിട്ടയിൽ കെട്ടണ പോലെ തന്നെയാണ് കെട്ടിയിരിക്കണത്. അതാ നമ്മുടെ ഈ മുടി മൊത്തം ഉണ്ടല്ലോ അതിങ്ങനെ ചുറ്റി ഇവിടെ കെട്ടുകയാണ്. പുറത്തേക്ക് വരാത്ത രീതിയിൽ ഉള്ളിൽ സെക്യൂർ ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതാണ് നമ്മുടെ സംഭവം. ബൗൺസി ആയിട്ട് നിൽക്കുകയും ചെയ്യും, നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിന് ഇവിടെ ഇങ്ങനെ 2 പിൻസ് ഉണ്ട് കണ്ടോ. ഈ പിൻസ് നമ്മൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ താഴേക്ക് കെട്ടുക. ഇതിന് 2 വള്ളി തന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന്, സാധാരണ മുടിയുള്ളവർക്ക് കുഴപ്പമില്ല. നമുക്ക് ഇത്തിരി ലോങ് ആയിട്ട് നല്ല തിക്കിൽ മുടി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മുടെ മേക്കപ്പിൻ്റെ നമ്മളെങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത്. ഇതൊരു ബ്രൈഡൽ പോച്ചാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാതെ നമ്മൾ ഒരു വട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇത് ഇവിടെ ഈ കെട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക. നല്ല നീളമുള്ള മുടി വന്നിട്ടുണ്ട്. നമുക്ക് മുമ്പിലേക്ക് ഇട്ട് കാണിച്ചു തരാം. നമ്മുടെ മുടിയല്ല എന്ന് ആരും പറയില്ല കേട്ടോ. ബ്ലാക്കിൻ്റെ കൂടെ ആയതുകൊണ്ട് അറിയില്ല കേട്ടോ. ഒട്ടും ഫീൽ ചെയ്യില്ല അത് നമ്മുടെ മുടിയല്ല എന്നുള്ള കാര്യം. ഓർണമെൻറ്റ്സ് ഇടാം. അപ്പോൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓർണമെൻറ്റ്സ് ഇടുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഓർണമെൻറ്റ്സ് ഇടുകയാണ്. അപ്പോൾ ഇത് ജിംക്കാണ്, നല്ല വലുപ്പമുള്ളതാണ്. ഒരു എന്താ പറയുക, ഒരു ആൻറ്റിക്കാണ്, ഓക്സിഡൈസ്ഡ് മെറ്റീരിയലാണ്. സാരിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി വലിയ രീതിയിലുള്ള ജുംക്കയായിരിക്കും ഭംഗി ഉണ്ടാവുക. ഓഫ് നെക്ക് ആവണമെങ്കിൽ അതാവാം. ഞാനപ്പോൾ നെക്കിലും വലിയൊരു മാല തന്നെ ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ശ്രീകുട്ടനോട് ചോദിച്ചത് അമ്മയ്ക്ക് സമ്മാനം കിട്ടിയതാണോ എന്നാണെന്നാണ് ചോദിച്ചത്. അതായത് നമ്മളിപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് മെഡൽ കിട്ടില്ലേ, മെഡൽ അതാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ ഇതിൻ്റെ കൂടെ ഇതെല്ലാം ഇടാൻ പോകുന്നത്. ഈ ലോക്കറ്റ് എല്ലാം ഇടാൻ പോകുന്നത്. ഈ ലോക്കറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നന്നായിട്ട് ചേരുന്നുണ്ട്. വേറൊരു ലോക്കറ്റ് ഇടാം, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ലോക്കറ്റ് ഇടാം. അപ്പോൾ ഇപ്പം എങ്ങനെയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഫാഷനല്ലേ. ഇപ്പം നമ്മൾ മാലയും ഇട്ടു. അപ്പോൾ നമ്മുടെ ഏകദേശം ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. വളയിടാൻ മറന്നു. കുറേ നാളായിട്ട് നമ്മൾ ഉപേക്ഷിച്ചൊരു സംഭവമാണ് നമ്മുടെ കരിവള അല്ലേ. നമുക്ക് കരിവള ഇടാം. ഇത് ഗോൾഡൻ്റെ വളയാണ്, ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ടേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇടാം. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ വളയിട്ടിട്ടുണ്ട്. ഈ കഴിയുമ്പോൾ ഒന്നുമില്ല കേട്ടോ, ബ്രേസ്ലെറ്റ് മാത്രമേ ഉള്ളൂ. മാല ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാരി ഉടുത്തിട്ട് വരാം.